നമ്മൾ കഴിക്കുന്ന വാങ്ങിക്കൊണ്ട് വന്ന അടിപൊളി കൊഞ്ചാട്ടോ, നല്ല ഫ്രഷ് കൊഞ്ച്. നമുക്കിതിനെ ആദ്യം ഒരു വെറൈറ്റി കൊഞ്ച് ഡ്രൈ റോസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഡ്രൈ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കൊഞ്ചിൻ്റെ കാൽസ്യം കുറയ്ക്കാൻ വേണ്ടി മസാല പുരട്ടിയിട്ട് ഇത്തിരി എണ്ണ അതിൻ്റെ അകത്ത് തന്നെ തേച്ചിട്ട് പാനിൽ റോസ്റ്റ് ചെയ്തിട്ട് വറക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പോവും. ഓക്കെ, നമുക്കിനി ആദ്യം പിന്നെ കട്ട് ചെയ്ത് വൃത്തിയാക്കി നല്ല പണിയാട്ടോ. അപ്പം നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത്, എങ്കിലും ഫ്രഷ് കൊഞ്ചല്ലേ, പൊളിക്കാൻ പാടായിരുന്നു. അങ്ങനെ നമുക്കിവനെല്ലാം ഒന്ന് ആദ്യം വൃത്തിയാക്കിയെടുക്കാം. ഏകദേശം കുറച്ച് സമയം എടുത്തേട്ടോ വൃത്തിയാക്കിയെടുക്കാൻ, നല്ല പണിയായിരുന്നേ. എല്ലാവരും ഒഴികെ രാവിലെ പോയി വാങ്ങിയാൽ മതി. ഇപ്പം അവനെ വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില ഇട്ട് ഉള്ളി വാട്ടാം. സവാളയാണ് എടുത്തേക്കുന്നത്, ഒരു വലിയ 2 സവാളയാണ് എടുത്തത്. ചെറിയ പാനായിപ്പോയി. എന്നിട്ട് ഇതിൻ്റെ അകത്ത് കൊഞ്ചിൻ്റെ അകത്ത് ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയിട്ട് ചേർത്ത് ഇത്തിരി എണ്ണയോട് ചേർത്തിട്ട് ഒരു പാനിൽ വറുത്തെടുക്കാം. എണ്ണ ഒഴിക്കാതെ റോസ്റ്റ് ചെയ്തെടുക്കാം, ഡ്രൈ ആക്കി എടുക്കാതെ. അപ്പോൾ അതിൻ്റെ കാൽസ്യം എല്ലാം പോയി കിട്ടും. അതിൻ്റെ വെള്ളം ഇറങ്ങുന്നുണ്ട് കാൽസ്യമൊക്കെ. നമുക്ക് സവാള വരട്ടുന്നതിൻ്റെ അകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടിയും കൂടി അരച്ചത് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവയിട്ട് ഒന്ന് വരട്ടിയെടുക്കാം. മസാല എല്ലായിടും എത്തും. കുറച്ച് നേരത്തേക്കൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഉപ്പും കൂടി ചേർത്തിടാം. അതിന് ശേഷം നമ്മൾ വരട്ടി വെച്ച് കൊഞ്ചിട്ട് കൊടുക്കണം. കൊഞ്ചിട്ട് കൊടുത്തതിന് ശേഷം 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക, തിളപ്പിക്കുക. നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം. ഏകദേശം ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. അടിപൊളി കൊഞ്ച് റോസ്റ്റ് ആയിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട്. അതിൽ നിന്ന് ആ സവാളയൊക്കെ വാടി വന്നതിൻ്റെ മണവും ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ അപ്പവും കൊഞ്ച് റോസ്റ്റുമായിട്ട് രാവിലെയും കഴിക്കാം. നമ്മൾ രാവിലെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കിയത് കേട്ടോ. താങ്ക് യു.